ജയിലിൽ വെച്ച് ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന സത്യപ്രതിജ്ഞ നാളെ രാവിലെ 11 മണിക്ക് സുഗതന്റേതായിരിക്കും. ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ച് നടക്കും. എന്തെങ്കിലും അട്ടിമറിക്ക് ഇനിയും CPM-ഉം UDF-ഉം ശ്രമിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അതില് തിരുവനന്തപുരം ചരിത്രം കുറിക്കുകയാണ് എപ്പോഴും. തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമായിട്ട് BJP പിടിച്ചെടുത്തു എന്നുള്ളത് ഒരു ചരിത്രം. അത് ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിനായത് മറ്റൊരു ചരിത്രം. പിന്നെ നിരന്തരമായിട്ട് സത്യപ്രതിജ്ഞ ലംഘനം എന്ന് പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ പ്രോപ്പറായില്ല, നേരാംവണ്ണമായില്ല എന്ന് പറഞ്ഞിട്ടൊരു കോടതി വിധി, സത്യപ്രതിജ്ഞ കോടതിയിലെത്തിയ ചരിത്രം. എന്നിട്ട് മണിക്കൂറുകൾക്കകം കോടതി വിധി അനുസരിച്ച് രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നൊരു പ്രശ്നം ആലോചിച്ച് നോക്കൂ. ബലിദാനികൾ ദൈവത്തിന് തുല്യമാണോ എന്ന ചർച്ച, ഒരുപാട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നല്ലോ. ഏതായാലും ഇത് കുറേ പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് കാപ്പ കേസിൽ ഒരാൾ അകത്താവുന്നു. കാപ്പ ഉൾപ്പെടെയുള്ള കേസുകൾ, പല കേസുകളുണ്ട്, അത്ര 19 കേസെങ്ങാണ്ട് ഉണ്ടായുള്ള പേരിൽ, ഈ ആർ സുഗതന്റെ പേരിൽ. പക്ഷെ സുഗതൻ അത് പലതും പഴയ കേസുകളുമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അയാൾ അകത്താണെങ്കിൽ അയാൾ മത്സരിക്കൂലല്ലോ. അതെ. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇല്ലാത്ത വിധം ഒരുപക്ഷെ കേസുകൾ നേരത്തെ ഉണ്ട്. ഞാൻ ഇത് സംഭവത്തിന് ശേഷം സുഗതന്റെ ഫേസ്ബുക്ക് പേജൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു. ആള് നിശ്ചിതമായി സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. അത് വെറുതെ വായിത്തൊന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് വിമർശിക്കുന്നതായിരുന്നില്ല. കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്ത് പോയി നിന്ന് എന്താണ് അവിടുത്തെ MLA ചെയ്തത്, CPM ചെയ്തത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു കൃത്യമായ വിമർശനം തന്നെയാണ് ആ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കാണാം. അതിനപ്പുറം സുഗതൻ എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഞാൻ ഇതിൽ കണ്ടത് രാഷ്ട്രീയ പ്രേരിതം എന്നൊരു ആരോപണം BJP-യുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിൽ സാധ്യത തള്ളിക്കളഞ്ഞൂടാ. കാരണം കേസുകൾ പലതും പഴയതാണെന്ന് പറയുന്നുണ്ട്. പഴയതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പ് നടന്നതും ആവാമല്ലോ. അപ്പൊ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകിയത് എന്തിനാണ് എന്നുള്ള പ്രശ്നമുണ്ട്. രണ്ടാമത് കാപ്പ ചുമത്തിയാൽ ഒരാളെ നാട് കടത്താൻ വകുപ്പുള്ളതാണല്ലോ, അങ്ങോട്ട് ചെല്ലാൻ പാടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ അത്തരം കേസുകളൊക്കെ എങ്ങനെ വന്നു? അത് രാഷ്ട്രീയ പ്രേരിതമാണോ? ഇനി അതല്ല ഇദ്ദേഹത്തിന് ഇങ്ങനെ ക്രിമിനൽ സ്വഭാവം ഉണ്ടോ, ഗുണ്ടായിസം ഉണ്ടോ, അതൊക്കെ കോടതി പറയേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സുഗതന്റെ കേസിനെ തുടർന്നാണ് ഇപ്പോൾ അവിടെ വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, UDF-ഉം LDF-ഉം മത്സരിച്ച് സമരം തുടങ്ങി. LDF ആദ്യം തുടങ്ങി, UDF പിന്നെ തുടങ്ങി. UDF ഒരു പടി കൂടി കടന്നിട്ട് നല്ല സമയം നോക്കിയിട്ട് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചു, ഈ ഇദ്ദേഹത്തിൻ്റെ ശബരിനാഥിൻ്റെ ഒരു വലിയ ആശയം എന്നുള്ള നിലയിൽ. പക്ഷേ അപ്പോൾ വെട്ടിലായി. കാരണം BJP-യെ അട്ടിമറിക്കാൻ, BJP ഭരണസമിതിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് UDF-ഉം LDF-ഉം ഒരുമിച്ച് നിൽക്കും എന്നാണ് ശബരിനാഥൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അപ്പോൾ LDF അവരുടെ രാഷ്ട്രീയ ബോധം കാണിച്ചു. ഇപ്പോൾ നിയമസഭയ്ക്കകത്ത് LDF-ഉം UDF-ഉം പരസ്പരം കടിച്ചു കീറിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ തെരുവുകളിലാകെ UDF-നെതിരായി LDF വലിയ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കും, വലിയ രാഷ്ട്രീയം പയറ്റിക്കൊണ്ടിരിക്കും, വലിയ തോതിലുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോർപ്പറേഷനകത്ത്, അതും തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെ കോർപ്പറേഷനകത്ത് UDF-ഉം LDF-ഉം ഒരുമിച്ച് നിന്നിട്ട് BJP അട്ടിമറിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് BJP ഗുണം ചെയ്യും ഫലത്തിൽ. UDF-നെ LDF-നെ ഒരുപോലെ തള്ളിക്കളഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ അവർ അധികാരത്തിൽ വന്നത്. വലിയ ഭൂരിപക്ഷത്തിന് വീണ്ടും വരും എന്ന ബോധ്യം LDF-നുണ്ടായി. അവർ യോജിക്കേണ്ടാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായി? 29 സീറ്റ് LDF-നുണ്ട്, 20 സീറ്റ് UDF-നുണ്ട്, 49. ഒരു സ്വതന്ത്രനും കൂടി നിന്നാൽ 49 ഇപ്പോൾ ഉള്ളൂ. ഈ അപ്പുറത്ത് 51, 101 മറ്റോ ആണല്ലോ സീറ്റ്. UDF-ന്റെ കൂടെ ഒരു സ്വതന്ത്രനുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെ ഒരു സ്വതന്ത്രനുണ്ട്. അപ്പൊ 50-ഉം 51-ഉമാണ് അവിടുത്തെ കക്ഷി നില. ഈ 51-ൽ ഒരാളാണ് സുഗതൻ അകത്തായി കഴിഞ്ഞാൽ 50-50 ആയി. പിന്നെ അറ്റ്ലീസ്റ്റ് തുല്യമാകും. കാസ്റ്റിംഗ് വോട്ട് കോർപ്പറേഷനിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ ഇത് വേണ്ടി വരും, ടോസ് പറയില്ലേ, നറുക്കെടുപ്പ് വേണ്ടി വരും. അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ എന്തായാലും UDF-ഉം LDF-ഉം ചേർന്ന് അവിശ്വാസം കൊണ്ടുവന്നില്ല. ഇനി അത് കൊണ്ടുവരാനും എളുപ്പമല്ല. കാരണം എന്താ വെച്ചാൽ ഈ അവിശ്വാസം കൊണ്ടുവരണമെങ്കിൽ ആകെ അംഗങ്ങളുടെ 1/3 ഒപ്പിട്ട് കൊടുക്കണം. 1/3 ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ 101-ൽ 34 പേര് വേണം. 34 പേര് വേണം. UDF-ന്റെ കയ്യിൽ 20 ഉള്ളൂ, അവർക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. LDF-ന്റെ കയ്യിൽ 29 ഉള്ളൂ, അവർക്കും ഒറ്റയ്ക്ക് പറ്റില്ല. ഇത് രണ്ടു കൂട്ടരും ഒന്നിച്ച് നിന്നില്ലെങ്കിൽ ഒരിക്കലും അവിശ്വാസം വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു കണക്കിന് ഒരു സീറ്റിന്റെ ഭൂരിപക്ഷം ആണെങ്കിൽ പോലും VV രാജേഷ് വളരെ സേഫാണ്. അവിശ്വാസം പേടിക്കേണ്ടതില്ല. മര്യാദക്ക് ഭരിച്ചാൽ മതി. അവരുടെ ഭൂരിപക്ഷം ഇനി അവർക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഇനി ഇപ്പോൾ ഉള്ളൊരു ക്രൈസിസ് എനിക്ക് തോന്നുന്നത് ഈ
ഈ വിധി വന്നു. കാപ്പാക്ക് ആർ സുഗതനെതിരായിട്ടുള്ള കോടതി വിധി വന്നു. ഒരു കോടതി ജാമ്യം കൊടുത്തു എന്ന് വെച്ചാൽ പോയി നിയമസഭയിൽ പോയി കോർപ്പറേഷനിൽ പോയി വോട്ടെടുപ്പ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോരാൻ. അപ്പോഴും കാപ്പ കേസ് അല്ലാത്ത കേസുകളെ കിട്ടിയുള്ളൂ. കാപ്പ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടേണ്ടതാണ്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് കാപ്പ കേസാണ്, സത്യപ്രതിജ്ഞ എന്നും പറഞ്ഞിട്ട് പുറത്തു വിടാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ കാര്യം ചെയ്തോളൂ, ജയിലിൽ പോയി അത്രയല്ലേ ആവശ്യമുള്ളൂ, നിയമസഭാ കോർപ്പറേഷൻ സെക്രട്ടറി ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്യിച്ചാൽ മതി, അത് അവിടെ വെച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു കീഴ്വഴക്കാണ്, ഒരു പുതിയ വിധിയാണ്, ചരിത്രമാണ്. ജയിലിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന കൗൺസിലറായിട്ട് സുഗത ചരിത്രം കുറിച്ചു. മാത്രമല്ല അത് BJPയുടെയും ചരിത്രമാണ്. ഇനി അതിലൊരു റിസ്ക് പിന്നെയും ബാക്കി വരുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കാര്യമാണ്. എനിക്ക് അതിന്റെ നിയമപ്രശ്നങ്ങൾ ഇനിയിപ്പോൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ സുഗതൻ നിയമസഭയിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ കോർപ്പറേഷൻ കൗൺസിൽ മീറ്റിംഗിൽ ഇന്ന് വരെ പങ്കെടുത്തിട്ടില്ല. കോർപ്പറേഷൻ കൗൺസിൽ മീറ്റിംഗിൽ ആദ്യത്തെ ഈ അറസ്റ്റിന് ശേഷം ആദ്യത്തെ തെറ്റായ സത്യപ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. ശരിയായ സത്യപ്രതിജ്ഞയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന ജയിലിൽ നിന്നാണ്. പക്ഷേ ഈ കൗൺസിലർമാരുടെ ഒരു ജനപ്രാതി നിയമപ്രകാരം, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയമപ്രകാരം ഒരു കൗൺസിൽ യോഗത്തിൽ നിശ്ചിത കാലത്തേക്ക് പങ്കെടുക്കാതിരുന്നാൽ, എനിക്ക് തോന്നുന്നു 6 മാസമാണ് പഴയ കണക്ക്, ഇപ്പോൾ എത്രയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അനന്തമായി കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരുന്നാൽ അയോഗ്യത വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പുതിയ സാഹചര്യത്തിൽ ഇവന് ഒരിക്കലും ജാമ്യം കിട്ടൂല എന്ന് ഉറപ്പുണ്ടാവുമ്പോൾ UDF LDF സമവാക്യത്തിൽ ഇനിയും മാറ്റം വരുമോ എന്ന് അറിഞ്ഞൂടാ. അതൊരു പ്രശ്നമാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് BJPക്ക് നല്ലത്, നമ്മളങ്ങനെ നിർദ്ദേശിക്കാൻ നമുക്ക് നിരീക്ഷകന്മാരെ നിലക്ക് അല്ലെങ്കിൽ മാധ്യമം എന്ന നിലക്ക് നമുക്ക് നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ ചെയ്യേണ്ടത്, ഉള്ളതായാലും ഇല്ലെങ്കിൽ പോലും കാപ്പ കേസിൽ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കേണ്ട ഒരവസ്ഥ ഒരു കൗൺസിലർക്ക് വന്നാൽ BJP എന്ന പാർട്ടിക്ക് എടുക്കാവുന്ന ധാർമ്മികമായൊരു തീരുമാനം സുഗതനെ കൊണ്ടിപ്പോൾ രാജിവെപ്പിക്കലാണ്. കാരണം നിരപരാധിയായി തിരിച്ചു വന്നോട്ടെ, നിരപരാധിയായി തിരിച്ചു വരുന്നത് വരെ സുഗതൻ രാജിവെച്ച് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ നല്ല ഭൂരിപക്ഷത്തിന് മറ്റൊരു BJP കൗൺസിലർക്ക് ജയിച്ചു വരാം, പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഈ സത്യപ്രതിജ്ഞക്ക് ജാമ്യം അനുവദിച്ചില്ല എന്ന് പറയുന്നത് പലതരത്തിൽ സങ്കീർണമാകാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ്. സങ്കീർണത വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കാര്യം ഉറപ്പാണല്ലോ, ഈ ജാമ്യം കിട്ടാതെ അനന്തമായി കേസ് നീണ്ടുപോകും തോറും സുഗതന് കോർപ്പറേഷൻ കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റാതെ വരും. കോർപ്പറേഷൻ കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ അതിന്റെ മിനിറ്റ്സ് ജയിലിൽ പോയി ഒപ്പിടാൻ എന്തായാലും വകുപ്പില്ലല്ലോ, കോടതി അനുവദിക്കുകയില്ലല്ലോ, പാടുമില്ലല്ലോ. അപ്പോൾ കോർപ്പറേഷൻ മീറ്റിംഗിൽ എത്ര കാലം ഇദ്ദേഹത്തിന് പങ്കെടുക്കാൻ ഇളവ് കൊടുക്കും? ഇനി അതിന് രണ്ടാമത് കോടതി പോയി വേറെ കേസ് കൊണ്ടുവന്നാൽ തന്നെ സാധ്യമാണോ? ഇങ്ങനെ ഗുരുതരമായൊരു കുറ്റകൃത്യം രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലയോ, അതിൻ്റെ ശരി തെറ്റ്, ഇയാൾ നിരപരാധിയാണോ അപരാധിയാണോ എന്നൊക്കെ കോടതി പറയേണ്ടതാണ്. പക്ഷേ അനന്തമായിട്ട് ജനങ്ങളെ സേവിക്കേണ്ട ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ, ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അവർക്ക് വേണ്ടി വാദിക്കാൻ കോർപ്പറേഷൻ കൗൺസിൽ മീറ്റിങ്ങിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ അത് ഒരു നല്ല കീഴ്വഴക്കല്ല ഉണ്ടാക്കുക. ഇതുവരെയുള്ളതൊക്കെ BJP വളരെ സ്മൂത്തായിട്ട് തരണം ചെയ്തിട്ടുണ്ട്, അതിനെ ആർക്കും കുറ്റപ്പെടുത്താനൊന്നുമില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള വഴിയിൽ BJP കുറെ കൂടി ഗൗരവമായ ആലോചനയും തീരുമാനവും നല്ലതാണ് എന്ന് വേണം നമുക്ക് പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.